കർക്കിടക മാസത്തിൽ മുരിങ്ങയിലയ്ക്ക് മാത്രം എന്താണ് ഇത്ര വിലക്ക്? മഴയും ഈർപ്പവും നിറഞ്ഞ കാലം. കേരളത്തിലെ പഴമക്കാർ ഈ മാസത്തിൽ പാലിക്കുന്ന ചില ഭക്ഷണ നിയമങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് മുരിങ്ങയില കഴിക്കരുത് എന്ന വിലക്ക്. ചിലർ ഇതിനെ വെറും പഴഞ്ചൻ വിശ്വാസമെന്ന് കാണുമ്പോൾ മറ്റു ചിലർക്കിത് തലമുറകളുടെ അനുഭവത്തിൽ നിന്നുള്ള ആരോഗ്യ നിയമമാണ്. പ്രകൃതിയോട് അടുത്ത് ജീവിച്ചിരുന്ന പൂർവികർക്ക് കാലാവസ്ഥയിലെ മാറ്റങ്ങളും മണ്ണിലെ വ്യത്യാസങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. മണ്ണിലെ വിഷാംശങ്ങളും മാലിന്യങ്ങളും മുകളിലേക്ക് വരാനുള്ള സമയമാണിത്. മുരിങ്ങയിലയുടെ വേരുകൾക്ക് ആഴത്തിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കാൻ കഴിവുണ്ട്. അതിനോടൊപ്പം മണ്ണിലെ വിഷാംശങ്ങളും ഇവയുടെ ഇലകളിൽ എത്താമെന്ന് അവർ കരുതി. ശാസ്ത്രീയമായി തെളിവ് കുറവാണെങ്കിലും പഞ്ഞമാസം പോലെ രോഗങ്ങൾ പടരുന്ന കാലത്ത് മുൻകരുതലെന്ന നിലയിലാണ് ഈ വിലക്ക് പാലിച്ചത്. ആയുർവേദം വിഷാംശത്തേക്കാൾ ശരീരത്തിൻ്റെ അവസ്ഥയെ പ്രധാനമായി കാണുന്നു. മഴക്കാലത്തെ തണുപ്പും ഈർപ്പവും ദഹനശേഷി കുറയ്ക്കും. ഇതിനെ അഗ്നിമാന്ദ്യം എന്ന് വിളിക്കുന്നു. ദഹനശക്തി കുറഞ്ഞ സമയത്ത് തീക്ഷ്ണ ഗുണമുള്ള മുരിങ്ങയില ശരീരത്തിന് ഭാരമായി തോന്നും. അത് ദഹനക്കേട്, വയറുവേദന, ഗ്യാസ്, പിത്തദോഷം എന്നിവയ്ക്ക് വഴിവെക്കാം. മഴക്കാലത്ത് ശരീരത്തിലെ വാദം സ്വാഭാവികമായി കൂടുമ്പോൾ അതോടൊപ്പം പിത്തവും വർദ്ധിച്ചാൽ ആരോഗ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തകരും. കർക്കിടകത്തിൽ മുരിങ്ങയില മാത്രമല്ല, ചില പച്ചക്കറികളും അത്യന്തം ഉഷ്ണഗുണമുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നു. ലളിതമായി ദഹിക്കാവുന്നതും ശരീരത്തെ ശാന്തമാക്കുന്നതുമായ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.